ഹെൽത്തി ഡയറ്റ്, ഫൈബർ ഫുഡ്സൊക്കെ ബി പി കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെ ഒരു ആസനമുണ്ട്, സുഖാസനം. അതിൻ്റെ പോസ്റ്റർ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും പോസ്റ്റർ കറക്റ്റ് അല്ലാതെ ഇരിക്കാൻ പാടുള്ളതല്ല. നമ്മൾ ഇൻഹെയിൽ എക്സെയിൽ ചെയ്യേണ്ടതാണ്. 5 to 10 മിനിറ്റ്സ് നമുക്കിത് ചെയ്യാവുന്നതാണ്. നന്നായി റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ബി പി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ആസനമാണ്. അതുപോലെ മറ്റൊരു ആസനമാണ് ബാലാസനം. ബി പിക്കെന്ന് മാത്രമല്ല, സ്ട്രെസ്സ് കുറയ്ക്കാനും ഇത് വളരെ ഉത്തമമാണ്. ഹെഡ് തറയിൽ റെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ പോസ്റ്റർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. 5 to 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ബാലാസനം എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന മറ്റൊരു ആസനമാണ് ശവാസനം. ഇതിൻ്റെ കാൽപാദങ്ങൾ ശ്രദ്ധിക്കുക. അത് കാൽപാദങ്ങൾ രണ്ടും ഫ്രീ ആയി തന്നെ 2 സൈഡിലേക്ക് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൈകളും റിലാക്സ് ആക്കി തന്നെ വയ്ക്കുക. നമ്മളപ്പോഴും ഇൻഹെയിൽ എക്സെയിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതും ബി പിക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ആസനമാണ്. അതുപോലെ പ്രാണായാമവും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇൻഹെയിൽ എക്സെയിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് അതും. രാവിലെ സമയം കിട്ടാത്തവർക്ക് രാത്രി കിടക്കുന്നതിന് മുന്നും ഇത് ട്രൈ ചെയ്യുന്നതാണ്. നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്തുകൊണ്ട്, ഓവർ സ്ട്രെസ് എടുക്കാണ്ട്, നന്നായി ഉറങ്ങിക്കൊണ്ട്, ഒരുപാട് കിതപ്പുള്ള എക്സസൈസുകൾ ചെയ്യാണ്ടും ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടും നമുക്ക് ബി പിയെ ദൂരത്തേക്ക് മാറ്റി നിർത്താം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.